എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th ക്ലാസ്സിലെ ഹിന്ദി NCERT സഞ്ചയൻ എന്ന പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്ററായ ഗില്ലുവിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, सोनजूही में लगी पीली कली को देख लेखिका के मन में कौन से विचार उमड़ने लगे? സോൻജുഹി എന്ന ചെടിയിലെ, അതിൻ്റെ അർത്ഥം ആ ചെമ്പകത്തിൻ്റെ ആ ചെടിയിലെ പീലി കലിക്കോ ദേക്ക്, മഞ്ഞ കളറിൻ്റെ മൊട്ട് കണ്ടിട്ട് ലേഖികയുടെ മനസ്സിൽ എന്ത് വിചാരമാണ് വന്നത്? सोनजूही में लगी पीली कली को देखकर लेखिका के मन में यह विचार आया. അത് കണ്ടിട്ട് ലേഖികയുടെ മനസ്സിൽ ഈ വിചാരമാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ, ഗില്ലു സോൻജൂഹി के पास ही मिट्टी में दबाया गया था. ഗില്ലുവിനെ സോൻജുഹിയുടെ ചെടിയുടെ അടുത്ത് തന്നെ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ദബായ ഗയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദബാന എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്യുക, പക്ഷേങ്കിൽ ഇവിടെ മീനിങ് വരുന്നത് അതിനെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഗില്ലു കോ എന്ന് വരണം കേട്ടോ. ഗില്ലു കോ സോൻജുഹി കെ പാസ് അങ്ങനെ വരണം. ഇസ്ലിയെ അബ് വഹ മിട്ടി മേ വിലീൻ ഹോ ഗയ ഹോഗ, അതുകൊണ്ട് ഇപ്പം മണ്ണിൽ അത് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും, അതിൽ മിക്സ് ആയിട്ടുണ്ടാവും. ഓർ ഉസേ ചോക്കാനെ കെ ലിയെ സോൻജുഹി കെ പീലെ ഫൂൽ കെ രൂപ് മേ ഫൂട്ട് ആയാ ഹോഗ. അപ്പം എന്താണ്, ലേഖികനെ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഒരു അത്ഭുതം തോന്നാൻ വേണ്ടിയിട്ട് സോൻജുഹിക്ക് പീലെ ഫൂൽ കെ രൂപ് മേ, സോൻജുഹിയുടെ മഞ്ഞ പൂവിൻ്റെ രൂപത്തിൽ ഫൂട്ട് ആയാ ഹോഗ, മുളച്ചു വന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, पाठ के आधार पर कौवे को एक साथ समादरित और अनादरित प्राणी क्यों कहा गया है? പാഠത്തിനെ ആധാരമാക്കിയിട്ട്, പാഠത്തിനെ ബേസ് ചെയ്തിട്ട് കാക്കയെ ഒരേയടി സമാദരിത്ത് എന്ന് വെച്ചാൽ ആദരിക്കപ്പെടേണ്ടത്, ഓർ അനാദരിത്ത് അനാദരിക്കപ്പെടേണ്ടത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതിൻ്റെ അർത്ഥം ആദരിക്കേണ്ട ആവശ്യമില്ലാത്ത അങ്ങനെയുള്ള പ്രാണിയായിട്ട് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? ഹിന്ദു സംസ്കൃതിമേ ऐसी मान्यता है कि ഹിന്ദു സംസ്കൃതി അനുസരിച്ചിട്ട് എങ്ങനെ വിശ്വസിച്ചു പോകുന്നു എന്ന് വെച്ചാൽ, कि पितृपक्ष में हमारे पूर्वज हमसे कुछ पाने के लिए कौवे के रूप में हमारे सामने आते हैं. പിതൃപക്ഷത്തിൽ എന്ന് വെച്ചാൽ പിതൃക്കളായിട്ട് പറഞ്ഞാൽ നമ്മുടെ മരിച്ചുപോയ പൂർവജന്മാർ, അവരെ നമ്മൾ പിതൃക്കളെന്നാണ് പറയുക. അങ്ങനെ പിതൃപക്ഷത്തിൽ നിന്ന് ഹമാരെ പൂർവജ്, നമ്മുടെ പൂർവജന്മാർ, ഹംസെ കുച്ച് പാനെ കെ ലിയെ, നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കൗവെ കെ രൂപ് മേ ഹമാരെ സാമനെ ആത്തേ ഹേ, കാക്കയുടെ രൂപത്തിലാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ഇസ്കെ അലാവ കൗവെ ഹമാരെ ദൂരസ്ഥ റിശ്തേദാരോ കെ ആഗമൻ കി സൂചന ബി ദേത്തേ ഹെ. അങ്ങനെ അതൊരു പോയിന്റ്. പിന്നെ അത് കൂടാതെ കൗവ, പിന്നെ കാക്ക എന്താ ചെയ്യുന്നത്, നമ്മുടെ ദൂരെയുള്ള റിശ്തേദാർ എന്ന് വെച്ചാൽ റിലേറ്റീവ്സ്, ബന്ധുക്കളുടെ ആഗമൻ, വരവിനെ പറ്റിയിട്ടുള്ള സൂചനയും നമുക്ക് തരുന്നു. ജിസ്സേ ഉസേ ആദർ മിൽത്താ ഹെ. അപ്പോൾ ആ പോയിന്റിൽ എന്താണ്, അതിന് ആദരിക്കപ്പെടുന്നു. दूसरी ओर कौवे की कर्कश भरी काव काव को हम അവമാനന के रूप में प्रयुक्त करते हैं. ഇനിയൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കൗവയ്ക്ക് കർക്കശ് ഭരി കാവ് കാവ്, കാക്കയുടെ കർക്കശമായിട്ടുള്ള കാവ് കാവ് എന്നുള്ള ആ സൗണ്ട് അതൊരു അപമാനമായിട്ട് അല്ലെങ്കിൽ അതൊരു നന്നല്ലാത്ത ലക്ഷണമായിട്ടാണ് നമ്മൾ എടുക്കുക. ഇസ്സേ വഹ തിരസ്കാർ കാ പാത്ര ബൻതാ ഹെ. ഈ കാരണത്താൽ അതിനെ തിരസ്കരിക്കാനുള്ള അല്ലെങ്കിൽ നിഷേധിക്കാനുള്ളൊരു കാരണമായി തീരും. ഇസ് പ്രകാർ ഏക് സാത്ത് ആദർ और അനാദർ പാനെ കെ കാരൻ, ഈ പ്രകാരം ഒരേ അടി ആദരവും കിട്ടുന്നുണ്ട് അനാദരവും കിട്ടുന്നുണ്ട്. ഈ കാരണത്താൽ കൗവയ്ക്കോ, കാക്കയെ സമാദരിത് और അനാദരിത് കഹാ ഗയാ ഹെ, കാക്കയെ സമാദരിത്തും അനാദരിത്തും എന്ന് പറയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഗിൽഹരി കെ ഘായൽ ബच्चे का उपचार किस प्रकार किया गया? ആ അണ്ണാൻ്റെ പരിക്കേറ്റ ആ കുട്ടിയെ ഏത് വിധത്തിലാണ് ട്രീറ്റ് ചെയ്തത്? മഹാദേവി വർമ്മ ने गिलहरी के घायल बच्चे का उपचार बड़े ध्यान से ममतापूर्वक किया. മഹാദേവി വർമ്മ ആ അണ്ണാൻകുട്ടിയെ പരിക്കേറ്റ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബഡെ ധ്യാൻ സെ, വളരെ ശ്രദ്ധയോടുകൂടി, മമതാപൂർവക് കിയ, സ്നേഹത്തോടുകൂടി ചെയ്തു. പെഹലെ ഉസെ കമറേ മേ ലായാ ഗയ, അതിനെ ആദ്യം റൂമിലേക്ക് കൊണ്ടുപോയി. उसका खून पोंछकर घावों पर पेंसिलिन लगाई गई, അതിൻ്റെ രക്തമെല്ലാം ബ്ലഡെല്ലാം തുടച്ചിട്ട് അതിൻ്റെ പരിക്കിൽ പെൻസിലിൻ തേച്ച് കൊടുത്തു, അപ്ലൈ ചെയ്ത് കൊടുത്തു. ഉസേ റുയി കി ബത്തി സെ ദൂത് പിലാനേക്ക് കോശിഷ് കി ഗയി, പഞ്ഞി കൊണ്ട്, കോട്ടൺ കൊണ്ട് തിരി ഉണ്ടാക്കിയിട്ട് അതിനെ പാലിൽ മുക്കിയിട്ട് ദൂത് പിലാനേക്ക്, പാല് കുടിപ്പിക്കാനുള്ള അതിനുവേണ്ടി ട്രൈ ചെയ്തു. പരന്തു ദൂത് കി ബൂന്ത് മൂക്കെ ബാഹർ ഹി ലുട്ടക് ഗയി, എന്നാൽ ആ പാലിൻ്റെ ഡ്രോപ്സൊക്കെ വായിൻ്റെ വെളിയിൽ തന്നെ വീണുപോയി. കുച്ച് സമയ ബാദ് മുഹ്മേ പാനി ടപ്കായ ഗയ, കുറച്ച് സമയത്തിന് ശേഷം വായിൽ വെള്ളം ഒറ്റിച്ചു കൊടുത്തു. ഇസ് പ്രകാർ ഉസ്ക ബഹുത് കോമലതാപൂർവക് ഉപചാർ കിയാ ഗയ, ഈ പ്രകാരം വളരെയധികം സ്നേഹത്തോടു കൂടി അതിനെ ട്രീറ്റ് ചെയ്തു.
അടുത്ത ക്വസ്റ്റ്യൻ, ലേഖിക കാ ധ്യാൻ ആകർഷിത് കർണേ കെ ലിയെ ഗില്ലു ക്യാ കർത്താ താ? ലേഖികയുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഗില്ലു എന്തൊക്കെ ചെയ്യുമായിരുന്നു? ലേഖികോ എന്നല്ല കേട്ടോ, ലേഖിക. ആൻസർ, ലേഖിക കാ ധ്യാൻ ആകർഷിത് കർണേ കെ ലിയെ ഗില്ലു, ലേഖികയുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഗില്ലു താഴെ പറയുന്ന പോയിന്റ്സ് ആണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഉസ്കെ पैर तक आकर सर से पर्दे पर चढ़ जाता. ലേഖികയുടെ കാലിൻ്റെ അടുത്ത് വന്ന് അവിടുന്ന് തലയിലേക്ക് കയറും, തലേന്ന് പർദേ പർ കർട്ടനിലേക്ക് കയറുമായിരുന്നു. ഓർ ഉസി തേജി സെ ഉതർത്താ താ, അതേ സ്പീഡിൽ തന്നെ ഇറങ്ങുമായിരുന്നു. പിന്നെ വഹ് ऐसा तब तक करता था, എപ്പോൾ വരെ ചെയ്യുമായിരുന്നു? ജബ് തക് ലേഖിക ഉസെ പക്കടനെ കെ ലിയെ ന ഉഠ് ജാത്തി, ലേഖിക അതിനെ പിടിക്കാൻ എണീക്കാത്ത ഇടത്തോളം സമയം അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. ഭൂക്ക് ലഗ്നെ പർ വഹ് ചിക് ചിക് की आवाज़ करके ലേഖിക का ധ്യാൻ खींचता था. വിശന്നിട്ടുണ്ടെങ്കിൽ ചിക് ചിക് എന്ന സൗണ്ട് ഉണ്ടാക്കിയിട്ട് ലേഖികയുടെ ശ്രദ്ധ ആകർഷിക്കുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഗില്ലു को मुक्त करने की आवश्यकता क्यों समझी गई है और उसके लिए ലേഖിക ने क्या उपाय किया? ഗില്ലുവിനെ മുക്തമാക്കാൻ, അതിൽ ആ ബന്ധനത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള ആവശ്യം ആണെന്ന് എങ്ങനെ മനസ്സിലാക്കി ലേഖിക? और उसके लिए क्या क्या उपाय किया, അതിനുവേണ്ടി എന്തുപായമാണ് ചെയ്തത്? മഹാദേവി ने देखा कि ഗില്ലു अपने हिसाब से जवान हो गया था. മഹാദേവി കണ്ടു, മനസ്സിലാക്കി ഗില്ലു അതിൻ്റെ കണക്കനുസരിച്ചിട്ട് ജവാനായി, അതിൻ്റെ അർത്ഥം യങ് ആയി, അതിനി കുട്ടിയല്ല, കുട്ടിന്ന് വലുതായത്. ഉസ്ക പെഹ്ല വസന്ത് ആ ചുക്കാ താ, അതിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വസന്തകാലവും സ്റ്റാർട്ടായി. ഖിഡ്കി കെ ബാഹർ കുച്ച് ഗിൽഹരിയാം ബി ആക്കർ ചിക് ചിക് കർണേ ലഗി थी. ജനലിൻ്റെ വെളിയിൽ ഇനി വേറെ കുറച്ച് സ്ക്വീറൽസും അണ്ണാനും വന്നിട്ട് ചിക് ചിക്ന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഗില്ലു ഉൻകി തരഫ് പ്യാർ സെ ദേഖ്താ രഹത്താ താ, ഗില്ലു അതിനെല്ലാം വളരെ സ്നേഹത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇസ്ലിയെ മഹാദേവിനെ സമജ് ലിയാക്കി, അതുകൊണ്ട് മഹാദേവി വിചാരിച്ചു, മനസ്സിലാക്കി. അബ് ഉസേ ഗിൽഹരിയോं के बीच स्वच्छंद विहार के लिए छोड़ देना चाहिए, ഇനി മറ്റുള്ള അണ്ണാരിൻ്റെ കൂടെ ഇതിനെയും സ്വച്ഛന്ത് വിഹാർ കെ ലിയെ എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് വിഹരിക്കാൻ, കറങ്ങി നടക്കാൻ വിടണം എന്ന് തോന്നി. ലേഖിക ने ഗില്ലു की जाली की एक कील इस तरह उघाड़ दी कि, ലേഖിക ഗില്ലുവിൻ്റെ ജാലി की एक कील, അതിൻ്റെ പിന്നെ നെറ്റിൻ്റെ ഒരു കോർണറിലുള്ള ആണി, കീൽ എന്ന് വെച്ചാൽ ആണി, അതിനെ ഉഘാഡ് ദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പിഴുതെടുത്തിട്ട് അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വരുമല്ലോ, അതിലെ കൂടി അതിന് പുറത്ത് കിടക്കാൻ പറ്റും. ഉസ്കെ ആനി ജാനി കാ റസ്ത ബൻ ഗയാ, അതിന് പോകാനും വരാനുള്ള വഴിയാക്കി അവിടെ. അബ് വഹ് ജാലി കെ ബഹർ അപ്നി ഇച്ഛാ സെ ആ ജാ സക്താ താ, ഇനി ആ നെറ്റിൻ്റെ ആ സ്ഥലത്ത് കൂടിയിട്ട്, ആ വഴിയിൽ കൂടിയിട്ടത് ബാഹർ വെളിയിലേക്ക് അപ്പനി ഇച്ഛാസെ, അതിനെപ്പോൾ വേണോ അപ്പോൾ വരാനും പോകാനും കഴിയുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഗില്ലു കിൻ അർത്ഥോമേ പരിചാരികയ്ക്ക് ഭൂമിക നിഭാ രഹാ താ? ഗില്ലു ഏതർത്ഥത്തിലാണ് ഒരു പരിചാരികയുടെ, അതിൻ്റെ അർത്ഥം ഒരു സേവിക, ഒരു സേവ ചെയ്യുന്ന ആളായിട്ട് അതിൻ്റെ റോള് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഭൂമിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോള്. ലേഖിക എക് മോട്ടോർ ദുർഘടനാമേ ആഹത് ഹോ ഗയി തി, ലേഖികയ്ക്ക് ഒരു ആക്സിഡൻറ്റിൽ, ഒരു കാർ ആക്സിഡൻറ്റിൽ ഇഞ്ചൂർ ആയിട്ടുണ്ടായിരുന്നു. ആഹത് ഹോ ഗയി, ആഹത് ഹോന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജക്കം ഹോന അല്ലെങ്കിൽ ഘായൽ ഹോന, ഇഞ്ചുർ ആവുക, പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അസ്വസ്ഥത കി ദശ മേ ഉസേ കുച്ച് സമയ ബിസ്തർ പർ രഹന പടാ താ, അസ്വസ്ഥത ആയിട്ടുള്ള കാരണത്താൽ, പറഞ്ഞ ആ പരിക്കേറ്റതിൻ്റെ കാരണത്താൽ ലേഖികയ്ക്ക് കുറച്ച് ദിവസം ബെഡിൽ തന്നെ ഇരിക്കേണ്ടി വന്നു, കഴിയേണ്ടി വന്നു. ലേഖിക കി ऐसी हालात देख, ലേഖികയുടെ ഇങ്ങനെയുള്ള കണ്ടീഷൻ കണ്ടിട്ട് ഗില്ലു പരിചാരിക കി തര, ഗില്ലു ഒരു പരിചാരികയെ പോലെ ഉസ്കെ സിർഹാനെ തക്കിയെ പർ ബൈഠാ രഹത്താ, അവരുടെ ലേഖികയുടെ തലയുടെ അടുത്ത് ആ തലയോണിൽ തന്നെ ഇരുന്നുകൊണ്ടിരിക്കും. ഓർ അപ്പനെ നന്നെ പഞ്ചോസെ, പിന്നെ അതിൻ്റെ ആ കുഞ്ഞ് കൈകൾ കൊണ്ട് ഉസ്കെ ലേഖികയ്ക്ക്, ആരുടെ? ലേഖികയുടെ തലയിൽ, സെർ ഓർ ബാലോങ്കോ, തലയിലും മുടിയിലും ഇസ് തറ സെഹലാത്ത, എങ്ങനെയാണ് തലോടിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ മാനോ വഹ കോയി പരിചാരിക ഹോ, ഒരു പരിചാരിക ശരിക്കും സേവിക്കാൻ വേണ്ടി ആരെങ്കിലും ഇരുത്താൻ എങ്ങനെ ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ കൈകൾ കൊണ്ട് തലയിലും മുടിയിലും എല്ലാം തലോടിക്കൊണ്ടിരിക്കുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഗില്ലു की किन चेष्टाओं से यह आभास मिलने लगा था कि अब उसका अंत समय समीप है? ഗില്ലുവിൻ്റെ ഏത് തരത്തിലുള്ള ചേഷ്ടകളിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലേഖികയ്ക്ക് अब उसका अंत समय समीप है, അതിൻ്റെ ലാസ്റ്റ് സമയം അടുക്കാറായി എന്ന്?
गिल्लू की निम्नलिखित चेष्टाओं से महादेवी को लगा कि अब उसका अंत समीप है. ഗില്ലുവിൻ്റെ താഴെ പറയുന്ന ചേഷ്ടകളെ ആക്ടിവിറ്റീസ് എന്ന് മഹാദേവിക്ക് മനസ്സിലായി അതിൻ്റെ അന്ത്യം ആകാറായി, ആ സമയം ആകാറായി എന്ന്. ഉസ്നെ ദിൻഭർ കുച്ച് ബി നഹി ഖായ, അത് ദിവസം മുഴുവനും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വഹ രാത് കോ അപ്പന ജൂല ചോഡ്കർ മഹാദേവി കെ ബിസ്തർ പർ ആ ഗയ, രാത്രിയിൽ തൻ്റെ ഊഞ്ഞാല് വിട്ടിട്ട്, പറഞ്ഞ ആ ബാസ്ക്കറ്റ് കെട്ടി തൂക്കിയിട്ടുള്ളതിലല്ലേ ഇരിക്കുന്നുണ്ടായിരുന്നത്, അത് വിട്ടിട്ട് ഉൻകി ഉംഗലി പക്കടുക്കർ ഹാത്ത് സെ ചിപ്പക് ഗയ, മഹാദേവിയുടെ ബെഡിൽ വന്നിട്ട്, ബിസ്തർ എന്ന് വെച്ചാൽ ബെഡിൽ വന്നിട്ട് അവരുടെ വിരൽ പിടിച്ച് ഹാത്ത് സെ ചിപ്പക് ഗയ, അവരുടെ കയ്യിലങ്ങനെ ഒട്ടിയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഭാത് കി പ്രഥം കിരൺ കെ സ്പർശ് കെ സാത്ത്, പ്രഭാതത്തിലെ ആദ്യത്തെ കിരണത്തിൻ്റെ സ്പർശത്തോടു കൂടി വഹ കിസി ഓർ ജീവൻ മേ ജാഗ്നെ കെ ലിയെ സോ ഗയ, അത് ഇനി ആരുടെയെങ്കിലും ജീവനിൽ ഉണരാൻ വേണ്ടിയിട്ട് ഉറങ്ങിപ്പോയി. ആശയ സ്പഷ്ട കീജിയെ, അതിൻ്റെ ആശയം വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുന്നു. ആശയ യഹ ഹെ കി ഗില്ലു കാ അന്ത് സമയ നിക്കട്ട് ആ ഗയാ താ, അതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ ഗില്ലുവിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് അടുത്തു വന്നു തുടങ്ങി. ഉസ്കെ പഞ്ചെ ടണ്ടേ ഹോ ഗേ തേ, അതിൻ്റെ കൈകളൊക്കെ തണുത്ത് തുടങ്ങി. ഉസ്നെ ലേഖികാക്കി അങ്കുലി പക്കഡ് രഖാ താ, അത് ലേഖികയുടെ വിരൽ പിടിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. ഉസ്നെ ഉഷ്ണത ദേനെ കെ ലിയെ ഹീറ്റർ ജലായ, അപ്പം ലേഖിക എന്താ ചെയ്തത്, അതിന് ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട്, പറഞ്ഞ തണുപ്പായിരുന്നില്ലേ അതിൻ്റെ കൈകളൊക്കെ, അപ്പം അതിന് ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹീറ്റർ വെച്ചു. രാത്തോ ജേസെ തേസെ ബീത്തി, രാത്രി അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞുപോയി. പരന്തു എന്നാൽ സവേരെ ഹോത്തേ ഹി, രാവിലെ ആയതും ഗില്ലു കെ ജീവൻ കാ അന്ത് ഹോ ഗയ, ഗില്ലുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായി, ഗില്ലു മരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, സോൻ ജൂഹി കി ലതാ കെ നീച്ചെ ബനി ഗില്ലു കി സമാധി സെ, സോൻ ജൂഹി ചെടിയുടെ വള്ളിയുടെ താഴെ ഉണ്ടാക്കിയിട്ടുള്ള ഗില്ലുവിൻ്റെ സമാധിയിൽ ലേഖിക കെ മൻമേ കിസ് വിശ്വാസ് കാ ജന്മം ഹോത്താ ഹെ, ആ സമാധി കൊണ്ട് ലേഖികയുടെ മനസ്സിലെ എങ്ങനെയുള്ള വിശ്വാസമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോൻ ജൂഹി കി ലതാ കെ നീച്ചെ ഗില്ലു കി സമാധി ബനി തി, സോൻ ജൂഹി ചെടിയുടെ വള്ളിയുടെ താഴെ ഗില്ലുവിൻ്റെ സമാധി ഉണ്ടാക്കിയിരുന്നു. ഇസ്സെ ലേഖിക കെ മൻമേ യഹ വിശ്വാസ് ജം ഗയാ കി, അതുകൊണ്ട് ലേഖികയുടെ മനസ്സിൽ എങ്ങനെയുള്ള വിശ്വാസമാണ് വന്നത് എന്ന് വെച്ചാൽ, ഏക് ന ഏക് ദിൻ, ഒരു ദിവസമെങ്കിൽ ഇനിയൊരു ദിവസം, ഒരു ദിവസം അല്ലെങ്കിൽ ഇനിയൊരു ദിവസം, യഹ ഗില്ലു ഇസി സോൻ ജൂഹി കി ബേൽ പർ, ഈ ഗില്ലു ഇതേ സോൻ ജൂഹി ചെടിയുടെ വള്ളിയിൽ പീലെ ചട്ടക് ഫൂൽ കെ രൂപ് മേ ജന്മം ലേലേഗ, മഞ്ഞ കളറിലുള്ള ഒരു പൂവായിട്ട് ജന്മം എടുക്കും എന്ന് വിശ്വസിച്ചു.